ഇപ്പൊ നമ്മൾ അർജന്റീനയുടെ പല മത്സരങ്ങളിലും കണ്ടു, ഈ തോറ്റു പോകുമെന്ന് തോന്നിയ നിമിഷങ്ങളിലൊക്കെ ഡിഫൻഡേഴ്സാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഏത് നിമിഷവും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് ലിസാൻഡ്രോ. ഇതിപ്പോ നമ്മൾ ഒരാളെ എടുത്തുകൊണ്ടാണ് ക്രിസ്ത്യൻ റൊമേറോയും അദ്ദേഹത്തിനൊപ്പം തന്നെ പെർഫോം ചെയ്യാം. റൊമേറോ കഴിഞ്ഞ മത്സരത്തിലൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള മൊമെന്റ് ഉണ്ടായിരുന്നു. ആരും കണ്ടിട്ടുണ്ടാവുമല്ലോ. രണ്ടാമത്തെ പകുതിയിൽ ഇംഗ്ലണ്ട് താരങ്ങൾ നേരെ ബോക്സിനകത്ത് വന്ന് 2 താരങ്ങൾ ഉണ്ടായിരുന്നു. റൊമേറോ ഒറ്റക്കാണ്, എമിലിയാനോ മാത്രമേ ഉള്ളൂ. പക്ഷെ റൊമേറോ ഒരു സേവ് നടത്തി. അപ്പോൾ പക്ഷേ ഒരു ഫുൾ കോംബോയിലേക്ക് ഇവർ വന്നിട്ടുണ്ടോ ഇപ്പോഴും? അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും മത്സരങ്ങളിൽ ഗോൾ നേടുന്നത് തന്നെ അതൊരു ഡിഫൻസ് കോമ്പാക്റ്റ് അല്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോകകപ്പിലൊക്കെ ഇതിലും കൂടെ കുറച്ചുകൂടി ഒരു കോമ്പാക്ട് ഡിഫൻസ് ആയിരുന്നു അർജന്റീനയ്ക്ക് ഉണ്ടാകും. പക്ഷേ ഈ മത്സരത്തിൽ ഇപ്പോൾ ഗോള് നിരന്തരമായി ഇവർ നേടുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പോരായ്മ പലപ്പോഴും അറിയാതെ പോകുന്നത്. പക്ഷേ അവരുടെ പ്രതിരോധത്തിലും മധ്യനിരയിലും ഇപ്പോൾ പാരഡൈസ് വന്നതോടുകൂടി മധ്യനിരയിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഡിഫൻസിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ശരി, അവരട്ടെ. അപ്പോൾ അങ്ങനെയെങ്കിൽ പാരഡൈസും റോഡ്രിയുമാണ് നമ്മൾ മധ്യനിര ഭരിക്കുന്ന രാജാക്കന്മാരായി നമ്മൾ കാണുന്നത്. 2 താരങ്ങൾ, പാരഡൈസും റോഡ്രിയും. ഓക്കെ, റോഡ്രി പാരഡൈസ് പറയുമ്പോൾ റോഡ്രി ഇപ്പം ഫാൻസ് എങ്ങനെ എടുക്കുന്നറിയില്ല. റോഡ്രി ഒരു പിടി മുകളിൽ തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. എനിക്ക് തോന്നുന്നു ഈ ലോകകപ്പ് സ്പെയിൻ നേടാൻ കഴിയുകയാണെങ്കിൽ അതിലൊരു പക്ഷേ ലയണൽ മെസ്സി ഗോൾഡൻ ബോൾ നേടിയില്ലെങ്കിൽ റോഡ്രി ഗോൾഡൻ ബോൾ നേടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്ര ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. ഇപ്പോൾ ഈ ഫൈനലിൽ മെസ്സിയെ മാർക്ക് ചെയ്യാൻ പോകുന്നതും റോഡ്രി ആയിരിക്കും, സെൻട്രലിൽ മെസ്സി കളിക്കുമ്പോൾ. പക്ഷേ അവിടെ മെസ്സിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം വിങ്ങിലേക്ക് പോകും. പിന്നെ എന്ത് ചെയ്യുന്നുള്ളത് ഫുവൻ്റെയുടെ കയ്യിലായിരിക്കും. അപ്പോൾ റോഡ്രി ഒരു പിടി മുകളിൽ തന്നെയാണ്. ഈ ടീമിൻ്റെ സ്പെയിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് റോഡ്രിയാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മാത്രമല്ല, ഈ ലോകകപ്പിലുടനീളം ഈ റോഡ്രിയുടെ പ്രകടനം തന്നെയാണ് ഒരു എക്സ് ഫാക്ടർ ആയത്. ഇപ്പം ഫ്രാൻസിന്റെ മത്സരം നമ്മൾ കണ്ടു, മൈക്കിൾ ഒലീസിനെ നമ്മൾ കളിപ്പിക്കുന്നത് പോലും കണ്ടിട്ടില്ല. മൈക്കിൾ ഒലീസ് പന്ത് തൊട്ടിട്ടില്ല. അപ്പം റോഡ്രി ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോളിൽ. അപ്പം എനിക്ക് തോന്നുന്നു റോഡ്രി തന്നെയായിരിക്കും ഫൈനലിലെയും ഒരു എക്സ് ഫാക്ടർ. ഇപ്പുറത്ത് വരുമ്പോൾ സ്വാഭാവികം പാരഡൈസ് അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് മിസ്സായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നത് അസാമാന്യമായിട്ടുള്ള പെർഫോമൻസ് കൊണ്ടാണ്. ഈ കളം നിറഞ്ഞ് കളിക്കുക എന്ന് നമ്മൾ പറയില്ല, മധ്യനിര അടക്കി ഭരിക്കുക, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പന്ത് കൊടുക്കുക. ഇപ്പോൾ ലയണൽ മെസ്സിയിലേക്ക് ഡീപ്പ് ബോളിന് പന്ത് കൊടുക്കണമെങ്കിൽ അതിന്റെ തൊട്ടിപ്പുറത്ത് പാരഡൈസിന്റെ ലയണൽ മെസ്സിയിലേക്ക് പന്ത് ആര് കൊടുത്താലും അതിൽ പാരഡൈസിന്റെ ഒരു ടച്ച് അവിടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെയാണ് പാരഡൈസ് എന്ന് പറയുന്ന താരം ഫിസിക്കലി കുറച്ചുകൂടെ ഫിറ്റാണ്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു ഗുണം അദ്ദേഹം ഗ്രൗണ്ടിൽ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ ബെല്ലിംഗ്ഹാമുമായിട്ടുള്ള കൊമ്പ് കോർക്കൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ മൈൻഡ് ഗെയിമിൽ മാനസികമായിട്ടുള്ള ഒരു ഉയർച്ച ലാറ്റിൻ അമേരിക്കൻ താരങ്ങളുടെ ഒരു ശൈലിയാണ്. സ്പെയിൻ അതിനെ എങ്ങനെ അതിജീവിക്കുമെന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. കാരണം ഉറുഗ്വേക്കെതിരെയുള്ള സ്പെയിന്റെ മത്സരം നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ലാറ്റിൻ അമേരിക്കൻ താരങ്ങളുടെ ഇടി എങ്ങനെ സ്പെയിൻ മറികടക്കുമെന്നുള്ളതൊരു വലിയ കളി മാത്രമല്ല കേട്ടോ. പാരഡൈസിന്റെ കയ്യിലുള്ളത് കളി മാത്രമല്ല, അദ്ദേഹം ശരിക്കും എന്താ പറയാ, എതിർ താരങ്ങളെ ബുദ്ധിമുട്ടിച്ച്, അത് ഏത് തരത്തിലാണ്, പന്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ, അതല്ല ഇങ്ങോട്ടേക്ക് ഒരു ഫിസിക്കൽ ഗെയിം വരികയാണെന്നുണ്ടെങ്കിൽ തിരിച്ചതുപോലെ എന്ന് പറയാവുന്ന രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിന്റെ ശരീരഘടന തന്നെ നമ്മൾ കാണുന്നതാണ്. അത്രയേറെ ഉറച്ച കരുത്തുറ്റ ഒരു ബോഡിയുള്ള ഒരു താരമാണ്. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹം ഗ്രൗണ്ടിൽ പ്രകോപനമില്ലെങ്കിൽ പോലും ഒരല്പം പ്രകോപനമൊക്കെ അവിടെ അല്ല, അത് എനിക്ക് തോന്നുന്നു അത് തന്ത്രമായിരുന്നിരിക്കുക. കഴിഞ്ഞ മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ ഇങ്ങനെ എന്താ പറയാ ചൊടിപ്പിക്കുക എന്നുള്ള തന്ത്രം എടുത്തതാണ്. അതായത് പാരഡൈസ് ഒരു അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഫൈനലിൽ അദ്ദേഹത്തിന്റെ പ്രകടനം എത്രത്തോളം ഗംഭീരമാകുമോ അത് ഏറ്റവും കൂടുതൽ. ഒരു കാര്യം കൂടെ പറയാം, ഈജിപ്തിനെതിരായ മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ഈജിപ്റ്റ് കളി സീൽ ചെയ്യാൻ പോകുന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നു. 3 മുന്നേറ്റത്തിന്റെ താരങ്ങൾ വരുന്നു. പാരഡൈസ് ഒറ്റയ്ക്ക് ആ പന്തെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ആ മത്സരത്തിന് ശേഷം പാരഡൈസിന് വേണ്ടിയാണ് സ്കലോണി ഫോർമേഷൻ തന്നെ മാറ്റിക്കളഞ്ഞത്. അപ്പോൾ പാരഡൈസ് ടീമിൽ ആദ്യ ലെവലിൽ എങ്ങനെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ചിന്തയുടെ പുറത്താണ് ഫോർമേഷൻ തന്നെ മാറ്റിയത്. അപ്പോൾ അത്രയും മൊമെന്റിനെ സോഷ്യൽ മീഡിയ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ ഹരി? രാജാവ് വേട്ടക്കിറങ്ങുന്ന സമയത്ത് രാജ്യത്തെ കാക്കാൻ ഒരാളെ വെക്കും. അങ്ങനെ വെച്ച ഒരാളാണ് ലയണൽ മെസ്സി. സംഘവും ഗോളടിക്കാൻ വേണ്ടി വേട്ടക്കിറങ്ങിയ സമയത്ത് സ്വന്തം രാജ്യം കാക്കാൻ വെച്ച ഒരു സേനാധിപനാണ് പാരഡൈസ് എന്നുള്ള മട്ടിലാണ്. ഗംഭീരമായിട്ടുള്ള ഒരു സേവ് ആയിരുന്നു. അതങ്ങനെ കയറിപ്പോയിരുന്ന തീർന്നില്ല, ഫിനിഷ് ആയിപ്പോയിരുന്നേ. ശരി, അപ്പോൾ ഈ 2 താരങ്ങൾ ഓക്കെ.